ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇടാൻ പറ്റിയ ഒരു ഹെയർ ബാൻഡും ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. അതിന് നമ്മൾ ചെറിയ റിബണാണ് എടുത്തത്. സാറ്റിൻ്റെ വൈറ്റ് ചെറിയ റിബണാണ് എടുത്തിട്ടുള്ളത്. ഈ റിബൻ്റെ നീളം 70 സെൻറ്റിമീറ്റർ ആണ്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഓരോ ലെയറിലും 3 നിറത്തിലുള്ള മുത്തുകൾ ഇങ്ങനെ ഇട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓറഞ്ച്, വെള്ള, പച്ച എന്ന രീതിയിൽ ഇങ്ങനെ ഓരോ ഞെറിവുകളാക്കിയിട്ട് ഇങ്ങനെ തുന്നിയെടുക്കുകയാണ് വേണ്ടത്. ഇത് ചെയ്യുമ്പോൾ ഓരോ നെറിവിൻ്റെയും വലുപ്പം ഏകദേശം ഒരേ രീതിയിൽ തന്നെ വരണം. എന്നാൽ അത് ചെയ്ത് കഴിയുമ്പോൾ കാണാനൊരു വൃത്തി ഉണ്ടാവുള്ളൂ. പലതും പല വലുപ്പത്തിലാവരുത്. ഒരേ വലുപ്പത്തിൽ ഇങ്ങനെ ഗ്യാപ്പിട്ട് ഇങ്ങനെ ചെയ്തു പോയാൽ മതി. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സൂചി തന്നെ ഒരുമിച്ച് ഇങ്ങനെ കോർത്താൽ എളുപ്പമായിരിക്കും. ഒരു 8 ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് കോർത്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നൂലിലേക്കാണ്ട് വലിച്ചെടുക്കുക. വീണ്ടും അതുപോലെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. പിന്നെ റിബൻ്റെ സെൻറ്ററിലൂടെ തന്നെ സൂചി കയറ്റുക. ഇത്രയൊക്കെ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇതേ രീതിയിൽ തന്നെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവസാന ഭാഗം വരുമ്പോൾ നമ്മൾ ബാക്ക് സൈഡിലേക്ക് നൂലാക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ഫസ്റ്റും ലാസ്റ്റും നല്ലപോലെ ഒന്ന് കെട്ടിടണം. അല്ലെങ്കിൽ റിബൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നൂല് പോരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. നമ്മൾ എൻഡ് ഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഒന്ന് തീ കൊണ്ട് കരിച്ച് കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര അവസാനം ഇതിൻ്റെ റിബണിന് എത്ര നീളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ട് നമ്മളൊരു ഹെയർ ബാൻഡും കൂടി ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് മാച്ചായ രീതിയിലുള്ള ഒരു ഹെയർ ബാൻഡാണ്. അതിനുവേണ്ടി നമ്മൾ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് വീതിയുള്ള ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ഇത് വെക്കാനുള്ള നമ്മളുണ്ടാക്കിയ സാധനം വെക്കാനുള്ള അതേ വീതി തന്നെയാണ് ഈ ഹെയർ ബാൻഡിനും വേണ്ടത്. അതിൽ ആ റിബൺ ചുറ്റിയിട്ടുണ്ട്. ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പശ തേച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത്. അലിഗേറ്റർ വെച്ചിട്ടൊന്ന് പശ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അലിഗേറ്റർ ഒന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് പശ ഉണങ്ങിക്കഴിഞ്ഞാൽ അലിഗേറ്റർ എടുത്ത് മാറ്റാവുന്നതാണ്. ഇത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് വേണമെങ്കിൽ ഒട്ടിക്കാം. ഗ്ലൂ ഗണ്ണാകുമ്പോൾ ഒന്നും കൂടി എളുപ്പമായിരിക്കും. നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഹെയർ ബാൻഡാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് രണ്ടും നല്ല മാച്ചിങ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കുക. എല്ലാവരും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ, ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയുള്ള വീഡിയോ. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ. ഓക്കെ.